അങ്ങനെ ഗൗരവമേറിയ വായനയ്ക്ക് കൂടുതൽ കുറവൊന്നുണ്ട്. അടുത്ത കാലത്തൊക്കെ വല്ലാതെ ആഘോഷിക്കപ്പെട്ട ധാരാളം അലസരചനകളുണ്ട്. കാരണം ആളുകൾക്ക് ഇങ്ങനെ അലസമായിട്ട് എന്നോട് ഇന്നിപ്പോൾ എന്നെ കവിതയെ കുറിച്ച് പറഞ്ഞ ആ വായനാനുഭവം പങ്കുവെച്ചാണ്. അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു തവണ വായിക്കും, ഒരു 5 തവണയെങ്കിലും വായിച്ചാലേ അതിലെല്ലാ അടലുകളെ കുറിച്ച് മനസ്സിലാവും. അതിനൊന്നും ആളുകൾ തയ്യാറാണ്. ആളുകളെപ്പെട്ട വായന കാസർഗോഡ് നിന്ന് പുസ്തകമില്ല, തിരുവനന്തപുരം പോലെ വായിക്കുക, ആ കഴിഞ്ഞ ആ ട്രെയിനിൽ പിടിച്ച് പോകുക. അങ്ങനെ കുറേ തരത്തിലുണ്ട്. പക്ഷേ പല തരത്തിലുള്ള വായന നടക്കണം. നിങ്ങളുടെ ഇതേ നോക്കുകയാണെങ്കിൽ ഇതേ വായിക്കണം. മരുഭൂമിയെ ആഴത്തിൽ വായിച്ച ആളായിരുന്നു പ്രവാചകൻ. ഈത്തപ്പന മരങ്ങളോട് സംസാരിക്കാൻ അവയുടെ ഭാഷയും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതും വായിക്കും. നമ്മൾ തവളകളെ വായിക്കും, കാട്ടുപൂക്കളെ വായിക്കും, സമുദ്രത്തെ വായിക്കും, ഡെസേർട്ടിനെ വായിക്കും. എല്ലാവരെയും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം വായനയാണ്. അത് ഇത്തരത്തിലുള്ള പ്രിന്റീത പുസ്തകങ്ങൾ അങ്ങനെ മരിക്കുന്നില്ല. അടുത്തയിടെ കണ്ടൊക്കെ കൂടുതലായിട്ട് വായനയിലേക്ക് അത് വരികയാണ്. സോഷ്യൽ മീഡിയ ആളുകളെ ഇമ്പോർട്ടൻസ് അത് ഏതാണ്ട് മടുത്തു. സാങ്കേതിക ചെറുകാലം മുന്നോട്ട് പോകില്ല. വായന നന്നായി വരും. നിങ്ങളുടെ ലേഖനത്തിലോട്ട് ധാരാളം ശ്രമിക്കുക. ഇനി എന്നെ പരിചയപ്പെട്ടു ഈ പോയിട്ട് ടീച്ചറോട് പറയാം, സുരേന്ദ്രമായിട്ട് ഏതെങ്കിലും പുസ്തകം എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ കൈമാറി വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ പുസ്തകം വായിക്കാൻ അനുഭവങ്ങളൊക്കെ നിങ്ങൾ ടീച്ചറെ കയ്യിൽ കൊടുത്തിട്ട് ആ വായിച്ച അനുഭവങ്ങൾ എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ സ്കൂളിൽ ഇപ്പോഴത്തെ ദർഫലാം സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ പുസ്തകം വായിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത് അഭിമാനമാണ്. അത് എനിക്ക് സംബന്ധിച്ചിടത്തോളം പുസ്കാരം കിട്ടിയത്.